സംഘടിത മതശക്തികൾ അധികാരസ്ഥാനങ്ങളിൽ പിടിമുറുക്കുമ്പോൾ ഈഴവ സമുദായം വോട്ട് കുത്തികളായി മാത്രം ഒതുക്കപ്പെടുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചേർത്തലയിൽ ആരംഭിച്ച അഖില ഭാരത ശ്രീനാരായണ ദർശന ധർമ്മ വിചാര മഹായജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയിലേക്ക് ഗുരുവിന്റെ കാലാതീതമായ സന്ദേശങ്ങൾ പകരുന്നതിനൊപ്പം സമുദായത്തിന്റെ ഐക്യവും വളർച്ചയും ഉറപ്പാക്കാൻ ഇത്തരം യജ്ഞങ്ങൾക്ക് കഴിയണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘടിത മതശക്തികൾ അധികാരത്തിലടക്കം എല്ലാ മേഖലയിലും പിടിമുറുക്കുമ്പോൾ വോട്ടുകുത്തികളായി മാത്രം ഒതുക്കപ്പെടുന്ന ഈഴവ സമുദായത്തിന്റെ വളർച്ചയാകണം ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില ഭാരത ശ്രീനാരായണ ദർശന ധർമ്മവിചാര മഹായജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ യജ്ഞം എന്തിനു വേണ്ടി? ആത്മീയ വളർച്ചയ്ക്ക്. ആ ശ്രീനാരായണ ദർശന ധർമ്മ വിചാര യജ്ഞം, ആ യജ്ഞത്തിലുള്ള ആത്മീയത നമ്മൾ വളർത്തണം. ആത്മീയതയിലൂടെ മാത്രമേ നമുക്ക് ഭൗതികമായി വളരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ശിവനിലൂടെ എന്താണ് ആത്മീയതയ്ക്ക് പ്രാധാന്യം പ്രവർത്തിക്കുമ്പോൾ ഗുരു അതിൻ്റെയും പ്രസിഡന്റായിരുന്നു ഭൗതിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി SNDP യോഗം സ്ഥാപിച്ച് അതൊരു സമരസംഘടനയുടെ സമീപമാണ്. അതിൻ്റെ ശ്രീ ഗുരുദേവനില്ലാതെ. അപ്പോൾ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭൗതികമായി വളരാൻ സാധിക്കൂ. അങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായമായാലും മുസ്ലിം സമുദായമായാലും അവരെല്ലാം വളർന്നതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവർ ഈശ്വരവിചാരം, അതുപോലെ ആത്മീയ ചിന്തകളും ആത്മീയമായ അവരുടെ നേതൃത്വം പറയുന്നത് ബിഷപ്പ് പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയായിരിക്കും, പണക്കാട് നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരു മുസ്ലിം അനാഥമാണ്. അവരുടെ ആത്മീയ നേതൃത്വം അവരെ നയിച്ച് ആ അച്ചടക്കവും ചിട്ടയിലും വന്ന് അവർ സംഘടിതരായി വോട്ട് ബാങ്കായി പാർട്ടി ഉണ്ടാക്കി ഈ രാജ്യം ഭരിക്കുന്നത്. നമ്മൾ മഹാഭൂരിപക്ഷമുണ്ട്. എവിടെ കിടക്കുന്നു? ലീഗ് ആരാണ്? അത് നയിക്കുന്ന ആരാണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പണക്കാട്ട് തന്നെ നയിക്കുന്ന ഒരു പ്രസ്ഥാനം, രാക്ഷസൻ. മുസ്ലിം കൂട്ടായ്മ എന്നാണ് അതിൻ്റെ പേര്. ആ കൂട്ടായ്മയിലൂടെ അവരെത്ര എങ്ങനെ മനസ്സിലാക്കി. ചടങ്ങിൽ വെച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP നടരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ, യോഗം കൗൺസിലർ PT മന്മഥൻ, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ, ജനറൽ കൺവീനർ PT ഗഗാരൻ, KL അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവഗിരി മഠത്തിലെ വിശുദ്ധാനന്ദ സ്വാമികളാണ് യജ്ഞാചാര്യൻ. യജ്ഞം 26-ന് സമാപിക്കും.